കോഴിക്കോട് വീണ്ടും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 12-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? വേണു, 12-കാരനായ ഈ കുട്ടിയെ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഈ കുട്ടി കാണിച്ചിരുന്നു. തുടർന്ന് വിദഗ്ധ ചികിത്സ ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കുട്ടിക്ക് നൽകുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ സ്രവം പുതുച്ചേരിയിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയക്കുകയും ചെയ്തു. അതിന്റെ പരിശോധനാ ഫലമാണ് ഇന്ന് പുറത്തു വന്നത്. ഇതിൽ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുട്ടി ഈ ഫറൂഖ് കോളേജിനടുത്തുള്ള തിരുമൂളിപ്പറമ്പ് എന്ന സ്ഥലത്തുള്ള കുട്ടിയാണ്, ഈ പ്രദേശവാസിയാണ്. ഏതായാലും വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ സ്വദേശിയായ ഒരു കുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. മലപ്പുറം സ്വദേശിയായ ഒരു കുട്ടിയും കേവലം മാസങ്ങൾക്ക് മാത്രം മുൻപ് കോഴിക്കോട് വെച്ച് ഇതേ രോഗബാധയെ തുടർന്ന് മരിച്ചിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്ക നിലവിലുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രദേശത്ത് മാത്രം ഇങ്ങനെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ തുടർച്ചയായി കാണപ്പെടുന്നത് എന്നുള്ള കാര്യം വളരെ ഒരു ആരോഗ്യവകുപ്പിനെ ഉൾപ്പെടെ കുഴക്കുന്നുണ്ട്. ഈ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടി രാമനാട്ട് നഗരസഭയിലെ ഫറൂഖ് കോളേജിനടുത്തുള്ള അച്ചംകുളത്തിൽ കുളിച്ചിരുന്നു. ഇവിടെ നിന്നാണ് ഈ രോഗബാധ ഉണ്ടായത് എന്നുള്ളൊരു സംശയമാണ് പ്രാഥമികമായി ഉള്ളത്. കുട്ടി ഈ കുളത്തിൽ കുളിച്ച് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ രോഗലക്ഷണം ഉണ്ടാകുന്നത്. പനി, ഛർദി, തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളെ തുടർന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. പിന്നാലെ ഈ അച്ചൻകുളവുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കുളം അടച്ചു, പ്രവേശനം വിലക്കിയിട്ടുണ്ട്. കൂടാതെ ക്ലോറിനേഷൻ അടക്കമുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തു നിന്ന് നിലവിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട, അതായത് ഈ കുളത്തിൽ കുളിച്ചവരുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നഗരസഭ ശേഖരിക്കുന്നുണ്ട്, ആരോഗ്യ വകുപ്പ് ശേഖരിക്കുന്നുണ്ട്. ആവശ്യമായ മുൻകരുതലുകൾ ഈ നഗരസഭയുടെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ രോഗബാധ സാധാരണയായി ഈ കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളത്തിൽ കുളിക്കുന്നത് വഴിയാണ് ഉണ്ടാകുന്നത്. കൂടുതലും കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത്. മുക്കിൽ കൂടി ഈ അമീബ മസ്തിഷ്കത്തിലേക്ക് കടക്കുകയും തുടർന്ന് മസ്തിഷ്കത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം അമീബയിൽ നിന്നുണ്ടാകുന്നതാണ് ഈ രോഗത്തിന്റെ ഒരു സാധാരണമായ രീതിയിലുള്ള ഒരു രോഗത്തിന്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ രീതി. ഏതായാലും കുട്ടികളിൽ ഈ ചെറിയ കുട്ടികളായതിനാൽ തന്നെ കുട്ടികളുടെ മുക്കിലുള്ള പാട അത് വളരെ നേർത്തതായിരിക്കും. അതിനാൽ എളുപ്പത്തിൽ കുട്ടികളെ ബാധിക്കുന്ന ഒരു രോഗമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഇനി നടത്തേണ്ട മുൻകരുതലുകൾ തുടർന്നു വരുന്നുണ്ട്. കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കുട്ടി വെന്റിലേറ്ററിൽ തുടരുകയാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. വേണു, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.